അങ്ങനെ ആ കറിക്ക് കളയേണ്ടി വന്നു. അമ്മ വല്ല ഭൂതം പോലെ ആയിട്ടുണ്ട്. ഞാൻ പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ടൊക്കെ കേട്ടപ്പോൾ അതെങ്ങാനും പൊട്ടിത്തെറിക്കി വെച്ചു. കാലത്ത് എണീറ്റിട്ടുണ്ട് വെച്ചെങ്കിൽ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നതിനേക്കാട്ടിലും എനിക്കിഷ്ടം ബാക്ക് സൈഡിൽ പോയി നിൽക്കാനാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉമ്മർത്ത് വന്ന് നിന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വീടുകളൊക്കെ അല്ലേ ഫ്രണ്ടിൽ, ഇനി മതിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ ബാക്കിലാണ് വെച്ചെങ്കിൽ അങ്ങനെ പറമ്പും പാടമൊക്കെ ആയിട്ട് കിടക്കുക. അപ്പോൾ അവിടെ അങ്ങനെ പോയി നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഉമ്മർത്ത് ലൈറ്റ് ഇട്ടച്ചിട്ടാണ് കിടക്കാറ്. ഇവിടെ ഒരു കിളി എന്തോ ഒരു സംഭവം വന്നിട്ട് ഇങ്ങനെ ഉമ്മർത്ത് കാഷ്ടിച്ച് വെക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ട് വയ്ക്കുമ്പോൾ അതങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പിന്നെ എന്തായാലും സിയമോൾ രാത്രി ഇന്നലെ ആകെ പരത്തിയിട്ടിട്ടാണ് കിടന്നിട്ടുള്ളത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്തായാലും ആരിനെ സ്കൂൾ പറഞ്ഞേക്കണം. അപ്പോൾ അടുക്കളയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ നിൽക്കണുള്ളൂ കേട്ടോ. കുറച്ച് നേരം വൈകിട്ടുണ്ട്. നേരം വൈകിയെന്ന് പറഞ്ഞാൽ അത്ര നേരം വൈകിട്ടൊന്നുമില്ല. പിന്നേക്ക് ഇതൊന്ന് പുറത്ത് പോവുകയൊക്കെ വേണം. അപ്പോൾ നേരത്തെ കാര്യങ്ങൾ തീരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അടുക്കളയത്തൊക്കെ ചെയ്ത് വെച്ചതിൻ്റെ ശേഷം പിന്നെ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഓവൻ്റെ മേലെയാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണികളൊക്കെ വെച്ചിട്ടുള്ളത്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണികളെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പാത്രം തുടയ്ക്കാനും ചൂട് പാത്രം പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന തുണികളാണ് കേട്ടോ. തുടയ്ക്കാനൊന്നും ഉപയോഗിക്കുന്ന തുണികളല്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഓവൻ്റെ മേലെ വെച്ചിട്ടുള്ളത്. ശരിക്കും അത് വെക്കാൻ ഒരു ഹാങ്ങറല്ല, ഒരു ഇങ്ങനെ ക്ലോത്ത് ഹാങ് ചെയ്യണ സാധനം ഉണ്ടല്ലോ, അത് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. പക്ഷേ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് ശരിയാക്കാണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ചോറ് വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കെറ്റിലിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് തോന്നുന്നു. കെറ്റിലിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ അരി കഴുകിയിട്ട് വെക്കുകയാണ് കേട്ടോ. അത് ഞാൻ ചോറ് വയ്ക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ പിന്നെ അരി പെട്ടെന്ന് തിളച്ച് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇത് പിന്നെ പെട്ടെന്ന് ആരും പോകുമ്പോഴേക്കും 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ചോറാവുന്നുണ്ട്. മറ്റേത് ഞാൻ രാത്രിയാണ് വെച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ അരി വേറെ വാങ്ങാൻ തുടങ്ങിയതിന് ശേഷം രാവിലെ തന്നെയാണ് കേട്ടോ വയ്ക്കാറ്. അരി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കേട്ടോ ആ പാത്രത്തിൽ അരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിൽ വേറെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അത് കൂടാതെ വേറൊരു പാത്രം, ഇങ്ങനത്തെ 3 പാത്രങ്ങളുണ്ട്. ഇത് ഹൗസ് വാമിങ്ങിന് ആരൊക്കെ തന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ 3 പാത്രങ്ങൾ. അപ്പോൾ അതിലാണ് ഞാൻ പച്ചരിയും പിന്നെ ഇങ്ങനത്തെ വാങ്ങണ അരി ഇട്ടേക്കാറ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ അരി ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെയാണ് ഞാൻ വീണ്ടും അരി വാങ്ങിക്കൊടുന്നിട്ട് വെച്ചിട്ടുള്ളത്. ഞാനങ്ങനെ അധികം അരിയൊന്നും വാങ്ങിക്കൊടുന്നിക്കാറില്ല കേട്ടോ. അവിടെ ഒരു 5 കിലോ അല്ലെങ്കിൽ മാക്സിമം 10 കിലോ അത്രേ വാങ്ങി വയ്ക്കാറുള്ളൂ. ഇത് 10 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് തോന്നുന്നു അതിൻ്റെ ബാക്കി ഇരുന്നുണ്ടായിരുന്നത്. ഞാനത് ശ്രദ്ധിക്കാതെ വീണ്ടും പോയിട്ട് ഒരു 5 കിലോ വാങ്ങിക്കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചധികം ദിവസത്തേക്കുള്ള അരി ഉണ്ട്. അരിയൊക്കെ പാത്രത്തിൽ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അത് അങ്ങോട്ട് എടുത്തേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അരി കഴുകി ആ വെള്ളം തിളച്ച വെള്ളം ഞാൻ അതിലൊഴിച്ചിട്ട് സ്റ്റൗവിൽ വയ്ക്കും. പിന്നെ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഇട്ട് തിളപ്പിച്ചതിന് ശേഷം തെർമലിൽ ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. രാവിലെ തന്നെ ചോറിൻ്റെ കൂടെ ഞാൻ കറി ഉപ്പേരിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ആരിനെ സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ. എക്സാം ആണെച്ചെങ്കിലും അവന് 4 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകും വേണം. അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ പണികളും കഴിയും കേട്ടോ സ്കൂളിലെ ദിവസം. കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കോവയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കാലത്ത് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാ പുട്ടുപൊടി കുഴച്ച് വെക്കുന്നുണ്ട്. പുട്ടുപൊടി ഞാൻ പുറത്തുനിന്ന് വാങ്ങാറുള്ളതാണ്, ഇവിടെ പൊടിപ്പിക്കുന്നതൊന്നുമല്ല. അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ അത്ര തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴേക്കും അതിങ്ങനെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളി വാടി വന്നിട്ട് ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം അതാണ് കോവയ്ക്ക് ഞാൻ ചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മളിത് ചേർത്ത് കൊടുത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാച്ചെങ്കിൽ ഇത് അടി പിടിക്കും. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പേരി ചെറിയ തീയിൽ വെച്ചിട്ടും വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പരിപ്പ് വെന്ത് വന്നപ്പോൾ അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ട് പരിപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഞാനതിൽ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ പരിപ്പ് ഒഴിച്ചു കൊടുത്തുള്ളത്. പിന്നെ അത് അരിഞ്ഞ് വെച്ച ചീര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചീര കാണുമ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ചീരയാണ്. ഞാൻ നോക്കിയപ്പോൾ നല്ല ചീര തന്നെയായിരുന്നു കേട്ടോ. ചീര വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇട്ടിട്ട് തിളപ്പിക്കുമല്ലോ, അപ്പോൾ തിളപ്പിക്കുമ്പോൾ അതിന്ന് ഇങ്ങനെ ഒരു മണം വരാൻ തുടങ്ങിട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ചീര ഇല കേട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഇല ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കറി നോക്കിയപ്പോഴും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ആ കറിക്ക് കളയേണ്ടി വന്നു. ചീര എടുക്കുമ്പോഴൊന്നും എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മണത്തൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കേട് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അതിങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഇല്ല. ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് കേട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ വിഷമമായി, കാരണം പരിപ്പും എല്ലാ സാധനവും കളയേണ്ടി വന്നില്ലേ. പിന്നെ ഗ്യാസാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇല്ലാത്ത സമയം, അപ്പോൾ അത്രയും ഗ്യാസും അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആ കറി കളഞ്ഞു കേട്ടോ. അത് കൂട്ടാൻ പറ്റില്ല, പിന്നെ ഇപ്പോൾ അതെടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകാണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നു. പിന്നെ അത് രാത്രിയാണ് കേട്ടോ. രാത്രി എന്താ മോൾക്ക് ഞാൻ കുറച്ച് നേരം ഫോൺ കൊടുത്തപ്പോൾ പിന്നെ എനിക്ക് ഫോൺ തിരിച്ചു തരുന്നില്ല കേട്ടോ. നമ്മുടെ മേത്തൊക്കെ എന്താ ചെയ്യാ മോളെ? അയ്യോ കയ്യോ കയ്യോ കണ്ടാ. അമ്മ വല്ല ഭൂതം പോലെ ആയിട്ടുണ്ട്. ഭൂതം 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 ഭൂതം. അമ്മയല്ല, അമ്മയാണ്. ഭൂതല്ലേ? അല്ല അല്ലേ, ശിമോളുടെ അമ്മയാണല്ലേ? അതെയാ. നക്കൊരു ഉമ്മ തരുവോ? ഉമ്മ തന്നാ. അയ്യോ വേണ്ട വേണ്ട, വെറുതെ നല്ല കുട്ടിയാട്ടാ. വൈകുന്നേരത്തെ മേലെഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനെന്താ കറിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ കറിയല്ല കോഴിമുട്ട മസാല പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും കൂടിയൊക്കെ മിക്സിയിൽ അടിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ തിളച്ചല്ല, ഈ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റി വന്നതിൻ്റെ ശേഷം ഞാൻ പിന്നെ അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ ഇടയിൽ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്താ ഉണ്ടായെന്നറിയില്ല. അടുക്കളയിലത്തെ ചിമ്മിനി ഉണ്ടല്ലോ മേലെ, ഇവിടെ ഈ ഗ്ലാസിൻ്റെ മേലെ ഒരു ലൈറ്റ് കത്തണ കാണാല്ലേ, ആ സംഭവം ഞാൻ അവിടെ ചിമ്മിനി ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്നായിരുന്നൊരു സൗണ്ടും ഇതൊക്കെ വന്നിട്ട് അതങ്ങ് പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. ഈ സൗണ്ടും ഇതൊക്കെ ലൈറ്റ് ഇങ്ങനെ മിന്നാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പോയിട്ട് ഓഫാക്കിയിട്ടാണ്. പിന്നെ അതിൻ്റെ ശേഷം അത് ഓണാവണില്ല, എന്താ ഉണ്ടായിന്നറിയില്ല. പെട്ടെന്ന് ഞാൻ പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ടൊക്കെ കേട്ടപ്പോൾ അതെങ്ങാനും പൊട്ടിത്തെറിക്കി വെച്ചിട്ട് ഞാൻ വേഗം ഓടിപ്പോയിട്ട് അതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് അത് പ്രവർത്തിക്കുന്നില്ല, എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ സർവീസ് സെൻ്ററിലേക്ക് വിളിച്ച് ശരിയാക്കിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതെന്താ പറ്റിയെന്നറിയില്ല. വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് നേരവും അതുമ്മയ്ക്ക് തന്നെയാവില്ലേ നോട്ടം. എനിക്കാണെങ്കിൽ എന്തോ പോലെ ഇതിങ്ങനെ കംപ്ലൈൻ്റ് ആയപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, തട്ടിയിട്ടോ ഉണ്ടാക്കിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കും, വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് നോക്കും, ഇതെങ്ങാനും പ്രവർത്തിച്ചാലോ വെച്ചിട്ട്. പക്ഷേ യാതൊരു എനക്കും ഇല്ല പിന്നീട്.